വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ ധ്യാനിക്കുന്ന ധ്യാന ചിന്താ വിഷയങ്ങൾ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കുടുംബ ധ്യാനത്തിൻ്റെ ഓരോ ടോപ്പിക്കുകളും നമ്മൾ കേട്ടുവരികയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭർത്താക്കന്മാരോടാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാർ വളരെയധികം ശ്രദ്ധയോടെ കാത്തിരിക്കുക ഈ തിരുവചനത്തിൻ്റെ മുൻപിൽ. ഭാര്യമാർ എത്രയും വേഗം ഭർത്താക്കന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. കുടുംബം നന്നായാൽ ബാക്കിയെല്ലാം നന്നാകും. കുടുംബം നന്നാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും നന്നാകണം. അവർ സഹകരിക്കണം. ഇന്നത്തെ വചന ശുശ്രൂഷകളെ ധ്യാന ചിന്തകളെ ദൈവരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളെ അടച്ചുകൊണ്ട്, കർത്താവായ യേശുവേ, എൻ്റെ മുൻപിലായിരിക്കുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ ദമ്പതികളെയും നീ തൊടണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ താള പിഴകളിലേക്ക് നീ കടന്നു ചെല്ലണമേ. സത്യത്തിന്റെ വെളിച്ചം അവരുടെ മേൽ വീശണമേ. നീ അവർക്ക് തുണയായിരിക്കണമേ. അവരുടെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണത്തിലേക്ക്, അതിൻ്റെ റൂട്ട് ക്രോസിലേക്ക് നീ കടന്നു എന്ന് ആ പ്രശ്നത്തെ പരിഹരിച്ച് അവരുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന പൈശാചിക ബന്ധനങ്ങളിൽ അവർക്ക് വിട്ടുതൽ കൊടുക്കണമേ. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, താന്നു കൊടുക്കുവാൻ, എളിമപ്പെട്ടു കൊടുക്കുവാനുള്ള കൃപ ഓരോ ദമ്പതികളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രിയ പരിശുദ്ധാത്മാവേ, നീ ഇവരെ സഹായിക്കണമേ.
യേശുവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവ് ക്രിസ്തു തുല്യൻ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ വിവാഹം കഴിച്ച എല്ലാവരും, ഇനി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന യുവതി യുവാക്കന്മാര്, അവരെല്ലാം ഇത് പങ്കെടുക്കണം. അവർക്കെല്ലാം ഇത് പങ്കെടുത്ത് ഈ സന്ദേശങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് നിങ്ങൾ ഒരുക്കപ്പെട്ടവരായി മാറിയാൽ നല്ല ഉത്തമമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അബദ്ധം പറ്റിയതിന് ശേഷം നമ്മൾ നിലവിളിക്കാതെ, അബദ്ധം പറ്റാതെ നമുക്ക് സ്മൂത്തായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. വിവാഹം കഴിച്ചവര് നമ്മുടെ വിവാഹ ദിവസം, ആ കല്യാണ ദിവസം, പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കേട്ട് വായിച്ച ഒരു ലേഖന ഭാഗമാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 32 മുതലുള്ള തിരുവചനങ്ങൾ. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഭാര്യ ഭർത്താക്കന്മാർ. അപ്പൊ വിശുദ്ധ പൗലോസ്ലീഹ ദമ്പതികൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ, ആ സന്ദേശമെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ: സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന്. അപ്പൊ ക്രിസ്തു സ്ഥാപിച്ച കുടുംബജീവിതത്തിലെ കുടുംബത്തെ പണിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നവര്, അവരെ വിശുദ്ധ ബൈബിൾ സൂചിപ്പിക്കുന്നത്, കമ്പയർ ചെയ്യുന്നത് സഭയും ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. സഭയും ക്രിസ്തുവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, എങ്ങനെ ഇഴുകിച്ചേർന്ന് കിടക്കുന്നു, സഭയും ക്രിസ്തുവുമായിട്ട് എങ്ങനെ ഒന്നായി കിടക്കുന്നു, ഇതേ അനുഭവം തന്നെയാണ് ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധമെന്ന് തിരുവചനം, പ്രിയമുള്ളവരെ, നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ കേട്ടു ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിധേയരായിരിക്കണം എന്നുള്ളത്. എന്നാൽ ഇന്ന് ഭർത്താക്കന്മാരോട് എന്താണ് തിരുവചനം പഠിപ്പിക്കുന്നത്? ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? തിരുവചനം പഠിപ്പിക്കുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, സഭയെ വിശുദ്ധീകരിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന്. ഹല്ലേലൂയ. ഭർത്താക്കന്മാർ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ക്രിസ്തുവിന് തുല്യരാണ്.
ക്രിസ്തുവിന് തുല്യരാണ്. ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. സഭയുടെ ശിരസ്സാണ് ക്രിസ്തു എങ്കിൽ സഭയാകുന്ന മണവാട്ടിയുടെ ശിരസ്സാണ് യേശു. അതേ അനുഭവം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുടെ ശിരസ്സാണ് ഭർത്താവ്. ഈ ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യയെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? എങ്ങനെയെങ്കിലും സ്നേഹിച്ചാൽ പോരാ. അയലോക്കത്തുള്ള ചേട്ടൻ ചേച്ചിയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാൽ പോരാ. സിനിമാ നടൻ സിനിമാ നടിയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ പോരാ. കാമുകിയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാൽ പോരാ. അതിന് ഒരു വ്യവസ്ഥ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരളവുകോൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 25-26 തിരുവചനങ്ങളിൽ ഇതാ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അതുകൊണ്ട് ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കുക, ക്രിസ്തുവിന് തുല്യനാണ് കുടുംബത്തിൽ ഭർത്താവ്. ക്രിസ്തു എങ്ങനെ നിൽക്കുന്നു അതേപോലെ അതേ ദൗത്യമാണ് കുടുംബത്തിൽ ഭർത്താവിന് ദൈവം നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിന് പകരക്കാരനാണ് കുടുംബത്തിൽ ഭർത്താവ് എന്ന് പറയുന്നത്. ഇന്ന് ക്രിസ്തുവിനെ നമ്മൾ ഈ സഭ എങ്ങനെ കാണുന്നു അതുപോലെയാണ് കുടുംബത്തിൽ മക്കളും ഭാര്യയും ഭർത്താവിനെ കാണുന്നത്, അപ്പനെ കാണുന്നത്. അപ്പൊ സഭയിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എന്താണ്? അതേ സ്ഥാനമാണ് കുടുംബത്തിൽ ഒരു ഭർത്താവിനുള്ളത്. സഭയാകുന്ന അല്ലെങ്കിൽ മണവാട്ടിയാകുന്ന സഭയാകുന്ന നമ്മളാണല്ലോ സഭ. നമ്മെ വിശുദ്ധീകരിക്കുവാൻ കറയോ കളങ്കമോ ഇല്ലാത്ത നിഷ്കളങ്കയായ വധുവായി മണവാട്ടിയായി സഭ മാറ്റപ്പെടുന്നതിനു വേണ്ടി യേശു എന്തു ചെയ്തു? തൻ്റെ രക്തം കൊടുത്തു, തൻ്റെ ജീവൻ കൊടുത്തു, തൻ്റെ ജീവിതം കൊടുത്തു. പീഡാനുഭവങ്ങളെല്ലാം സ്വയം അവൻ ഏറ്റെടുത്ത് കാൽവരിയിൽ യാഗമായി തീർന്നു. യേശു രക്തം ചിന്തിയത് വഴി ആ രക്തത്താൽ സഭ കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു. ഇതുപോലെ പ്രിയ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യയെ നേടുവാൻ, ഭാര്യയെ വിശുദ്ധീകരിക്കുവാൻ, ഭാര്യ ഒരു വിശുദ്ധയായി മാറ്റപ്പെടുവാൻ, കറയോ കളങ്കമോ ഇല്ലാത്ത കാന്തയായി മണവാട്ടിയായി ഭാര്യ മാറ്റപ്പെടുവാൻ ഭർത്താവേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനിട്ടുണ്ട്. ഭാര്യയുടെ വിശുദ്ധി നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. എങ്ങനെ? നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
സഭയാകുന്ന നമ്മൾ ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ ദൈവം തമ്പുരാൻ വടിയായിട്ട് വന്നിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ ഏതെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ പാപം ചെയ്തതിൻ്റെ പേരിൽ, എത്ര വലിയ പാപമായിക്കോട്ടെ, ആ പാപം ചെയ്തതിൻ്റെ പേരിൽ ദൈവം നമ്മളോട് പിണങ്ങിയിരുന്നിട്ടുണ്ടോ? ദൈവം നമ്മളെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? പരിഭവത്തോടെ മാറിയിരുന്നിട്ടുണ്ടോ? ദൈവം നമ്മളെ ആ കാരണത്താൽ ദൈവം നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ടോ? ദൈവം വടിയായിട്ട് വന്നോ? ഇല്ല. ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിച്ചില്ല. നമ്മൾ ഏത് പാപം ചെയ്തപ്പോഴും അതിന് തക്ക പ്രതിഫലം നമുക്ക് നൽകാതെ, ശിക്ഷ നൽകാതെ, അപ്പോഴും ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മുടെ യേശു. അതുകൊണ്ട് ഭാര്യയിൽ ഏതെങ്കിലും കുറ്റങ്ങൾ കാണുമ്പോൾ, കുറവുകൾ കാണുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ഭാര്യ എന്തെങ്കിലും ചെയ്യുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ഭാര്യ വഴങ്ങാതെ വരുമ്പോൾ ഭാര്യയെ തല്ലരുത്, ഭാര്യയെ തല്ലരുത്, അടിക്കരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്, കുത്തുവാക്ക് പറയരുത്, മനസ്സിനെ കുത്തി മോഹിപ്പിക്കരുത്, മുറിപ്പെടുത്തരുത്. കാരണം യേശു അത് നമ്മളോട് ചെയ്തില്ല. യേശുവിൻ്റെ മണവാട്ടിയായ സഭയാണ് നമ്മൾ. ഞാൻ ഏതെങ്കിലും ഒരു പാപം ചെയ്തതിൻ്റെ പേരിൽ യേശു നമ്മളോട് ചെയ്യാത്തത്, പ്രിയ ഭർത്താവേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചെയ്യരുത്. എത്ര മോശപ്പെട്ട വഴിയാ നടക്കുന്നയാളായിക്കോട്ടെ, എത്ര അനുസരണമില്ലാതെ നടക്കുന്ന ഭാര്യ ആയിക്കോട്ടെ, ക്രിസ്തു സഭയെ എങ്ങനെ പരിപോഷിപ്പിച്ചു, എങ്ങനെ സ്നേഹിച്ചു? ക്ഷമിച്ചുകൊണ്ട്, മറന്നുകൊണ്ട്, പൊറുത്തുകൊണ്ട്, അതിനപ്പുറത്ത് സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി ഊറ്റി ഊറ്റി തന്ന്, ഞാൻ ചെയ്ത തെറ്റിന് പോലും ശിക്ഷ യേശു സ്വയം ഏറ്റെടുത്ത് കാൽവരിയിൽ നമ്മോടുള്ള സ്നേഹം യേശു വെളിപ്പെടുത്തി. നമ്മോടുള്ള സ്നേഹം യേശു വെളിപ്പെടുത്തിയത് ക്ഷമിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ വേണം ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്നേഹിക്കാൻ. അവർ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അനുസരണമില്ലാത്തതായിരിക്കാം, ഒത്തിരി കുറവുകളുള്ള ആളായിരിക്കാം. എങ്കിലും പ്രിയ സഹോദര, ദൈവം കൂട്ടിച്ചേർത്ത് തന്നതാ. നീ അവളെ ശപിക്കരുത്, ശാപവാക്ക് പറയരുത്, തെറി പറയരുത്, ഉപദ്രവിക്കരുത് ദയവായി. അങ്ങനെ അവളെ നന്നാക്കാൻ പറ്റിയേല. ബൈബിൾ എന്താ പറയുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. പ്രിയ ഭർത്താവേ, നിങ്ങൾ ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം? യേശു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഇത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ആദ്യം ബുദ്ധിമുട്ട് കാണും, പ്രയാസങ്ങളായിരിക്കാം. ഒന്ന് താന്നു കൊടുക്കാൻ, എളിമപ്പെട്ടു കൊടുക്കാൻ, ക്ഷമിച്ചു കൊടുക്കാൻ, വല്ലതും പറയാനായിട്ട് വരുമ്പോൾ മിണ്ടാതെ അടങ്ങിയിരിക്കാൻ ഒക്കെ നമുക്ക് ശകലം ബുദ്ധിമുട്ട് കാണും. എങ്കിലും നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കർത്താവ് കൃപ തരും, യേശു നമുക്ക് കൃപ തരും. നമുക്ക് ചെയ്യാൻ പ്രയാസമുള്ള അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് കൃപ നമുക്ക് നൽകുന്നത്. ഈ കൃപ കിട്ടിയാൽ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ, ആരിലൂടെ? ഈ കൃപയാൽ, ഈ യേശുവിനാൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. എന്നെ ചെയ്യാൻ പറ്റും? ക്ഷമിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ഉത്തമ കുടുംബ ജീവിതം നയിക്കുവാൻ, ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളെ അടച്ച് ഓരോ ദമ്പതികളും ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമാണ് കുടുംബം എന്ന ആ പ്രസ്ഥാനത്തെ, ആ കുടുംബത്തെ സ്ഥാപിച്ചത്. ദൈവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൂട്ടിച്ചേർത്ത് തന്നത്. ഇനി നിങ്ങൾ രണ്ടല്ല, ഒന്ന്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ജീവിത പങ്കാളികളെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, നീ ഏറ്റെടുക്കണമേ. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ സമർപ്പിക്കുന്നു. യേശുവേ, നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, നീ സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കാനുള്ള കൃപ ഓരോ ഭർത്താക്കന്മാർക്കും കൊടുക്കണമേ. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, മറക്കുവാൻ, എളിമപ്പെടുവാൻ, താന്നുകൊടുക്കുവാനുള്ള അവസാനം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി താന്നുകൊടുത്ത നിന്റെ അതേ മനോഭാവം, കൃപയും അഭിഷേകവും ഓരോ ദമ്പതികളുടെ മേൽ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുത കൃപയാൽ ഇവർ നിറയട്ടെ. സ്നേഹത്താൽ, ഐക്യത്താൽ, എളിമയാൽ അവർ നിറയട്ടെ. ഈ ഇരു കരങ്ങളെയും ഉയർത്തി എല്ലാ മക്കളും ഈ ഇരു കരങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി ശക്തമായി വ്യാപരിക്കട്ടെ കർത്താവേ. ഭിന്നതകൾ മാറട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരെ ഭിന്നിപ്പിക്കുന്ന അന്തരീക്ഷ ശക്തികള്, അദൃശ്യ ശക്തികള്, പൈശാചിക ശക്തികള് യേശു നാമത്തിൽ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി ചിന്തപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം ഈ ദമ്പതികളെ തളിക്കുകയാണ് കർത്താവേ. ഓരോ ഭർത്താക്കന്മാരെ സമർപ്പിക്കുന്നു കർത്താവേ. അവരുടെ മൂല്യത കണ്ടെത്തുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉത്തമ കുടുംബ ജീവിതം നയിക്കുവാൻ, നിനക്ക് തുല്യനായി കുടുംബത്തെ ഭരിക്കുവാൻ കർത്താവേ, കുടുംബത്തിലെ തറയായി മാറിക്കൊണ്ട് ആ കുടുംബത്തെ ഭരിക്കുവാൻ, ഭരണം നടത്തുവാൻ, അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ ഓരോ ഭർത്താക്കന്മാരെയും അനുഗ്രഹിക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. കൃപാവരങ്ങൾ അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ക്ഷമിക്കുവാൻ, പൊറുക്കുവാനുള്ള അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. അഭിഷേകം വ്യാപരിക്കട്ടെ. ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. തിന്മയുടെ വ്യവഹാര ശക്തികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദമ്പതികളും തലമുറകൾ അനുഗ്രഹമായി മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ആത്മാവേ, 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 പ്രിയ പരിശുദ്ധാത്മാവേ, ഓരോ ദമ്പതികളിൽ വ്യാപരിക്കട്ടെ. വന്ന് നിറയട്ടെ, 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 നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിക്കും.